നമ്മുടെ ചിന്തയ്ക്കായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന വേദഭാഗം നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളാണ് ധ്യാനത്തിനു വേണ്ടി നമ്മൾ വായിച്ചത്. പ്രാരംഭമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു. തുടർന്ന് നമുക്ക് ആ വേദഭാഗം ഒരുമിച്ച് ധ്യാനിക്കാം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിൻ്റെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവിടുന്ന് നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഈ വേദഭാഗത്ത് നിന്ന് പ്രാരംഭമായിട്ട് ചില ചിന്തകൾ നമ്മൾക്കൊരുമിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അത് നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ നമുക്ക് മുൻപോട്ട് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്നേഹിപ്പാനുള്ളതാകുന്ന ആ പ്രബോധനം യോഹന്നാൻ്റെ ലേഖനത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും മറ്റനേക വേദഭാഗത്തും ആവർത്തിച്ച് നമ്മൾ കാണുന്നു. യോഹന്നാൻ്റെ ലേഖനം ഒരു ചെറിയ ലേഖനമാണെങ്കിൽ പോലും ഒരു നല്ല ഭാഗം സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്നേഹിപ്പാനുള്ള പ്രബോധനം നൽകിക്കൊണ്ട് യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മളത് കാണുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അതിനാൽ ആ വേദഭാഗങ്ങളൊക്കെ നമ്മൾ അല്പമായി ശ്രദ്ധിച്ചു. അതെത്ര പ്രാധാന്യമുള്ള വിഷയമാകുന്നു എന്നത് അതിനാൽ നമുക്ക് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ കഴിഞ്ഞു. ആവർത്തിച്ച് വീണ്ടും പറയുന്നതിനാൽ അതീവ പ്രാധാന്യമുള്ളതാകൊണ്ട് അത് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് സ്നേഹം എന്തല്ല എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. സ്നേഹത്തെക്കുറിച്ചുള്ളതാകുന്ന പല കാഴ്ചപ്പാടുകളുണ്ട്, പല ചിന്തകൾ നമ്മൾ അതുമായിട്ട് അതിനുള്ള ബന്ധത്തിൽ ചിന്തിച്ചു. സ്നേഹമെന്നുള്ളത് കേവലം ഇഷ്ടപ്പെടലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. കേവലം ഇഷ്ടപ്പെടുന്നതല്ല സ്നേഹം. ഇഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും സ്നേഹമെന്ന് പറയാറുണ്ടെങ്കിലും പക്ഷേ അത് സ്നേഹമല്ല, അത് ഇഷ്ടം മാത്രമാണ്. അതിന് വ്യത്യാസമുണ്ടാകും. എന്നാൽ വേദപുസ്തകം പറയുന്നത് സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ലെന്ന്. ട്രൂ ലവ്, അഗപ്പെ ലവ്, ദാറ്റ് നെവർ ഫെയിൽസ്. എന്നാൽ എന്തുകൊണ്ട് ആ സ്നേഹം കുറഞ്ഞു എന്ന് നമ്മൾ പറയുന്നത്? അതിൻ്റെ കാരണം അത് സാക്ഷാൽ സ്നേഹം അല്ലാതിരുന്നത് കൊണ്ടാണ്. കേവലം ഇഷ്ടപ്പെടൽ മാത്രമാണ്. എന്തിനു വേണ്ടി ഇഷ്ടപ്പെട്ടോ ആ കാര്യം ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ കുറഞ്ഞെന്ന് തോന്നുമ്പം ഇഷ്ടം കുറയുക സ്വാഭാവികമാണ്. എന്നാൽ സ്നേഹം അങ്ങനെയല്ല. സ്നേഹം ഒരു പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇഷ്ടപ്പെടുന്ന അവസ്ഥയല്ല സ്നേഹം. സ്നേഹമെന്നുള്ളത് അതിൻ്റെ അപ്പുറമായിട്ടുള്ളതാണ്. സ്നേഹിക്കുന്നെങ്കിൽ ഇഷ്ടം സ്നേഹത്തിലുണ്ട്. പക്ഷെങ്കിൽ സാക്ഷാൽ സ്നേഹം ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല, അതിനപ്പുറമായിട്ടുള്ള ആ കമ്മിറ്റ്മെൻറ്റ്, പ്രതിജ്ഞാബദ്ധതയാണ്. അതാ സ്നേഹം. സ്നേഹം എന്തല്ല എന്നുള്ളത് നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചു. വാട്ട് ഈസ് ദ ബിബ്ലിക്കൽ ഡെഫിനിഷൻ ഓഫ് ലവ്? വേദപുസ്തകം സ്നേഹത്തെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അനേക വേദഭാഗങ്ങൾ നമ്മൾ കണ്ടു.
ഏറ്റവും പ്രാധാന്യമുള്ള വാക്യം നമ്മൾ ചിന്തിച്ചു, തൻ്റെ ഏകജാതനാകുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന എവനും നശിച്ചു പോകാതെ. ദൈവം, ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട്, ദാറ്റ് ഹൗ ഡിഡ് ഹി ലവ്, ദാറ്റ് ഹി ഗേവ് വാട്ട് ഹി ഗേവ്, ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു, തൻ്റെ ഏകജാതനാകുന്ന പുത്രനെ തരാന്തക്കവണ്ണം സ്നേഹിച്ചു. ലവിൻ്റെ ഡെഫിനിഷൻ, സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ സെൻറ്റിമെൻ്റലായിട്ടുള്ള, വൈകാരികമായിട്ടുള്ള തോന്നലല്ല സ്നേഹം. വൈകാരിക തോന്നലല്ല സ്നേഹം. സ്നേഹം പ്രതിജ്ഞാബദ്ധതയാണ്, സമർപ്പണമാണ്. ഇനിയും കേവലം ഡ്യൂട്ടി ചെയ്യാനുള്ള സമർപ്പണമല്ല സ്നേഹം. കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ, സ്നേഹം കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുമ്പം ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കമ്മിറ്റ്മെൻ്റ് എന്നുള്ളത് എല്ലാ തലങ്ങളിലുമുണ്ട്. ജോലിക്ക് പോകുന്നിടത്ത് നല്ല കമ്മിറ്റ്മെൻറ്റ് വേണം, അല്ലെ ജോലി നടക്കുകയില്ല. കൃത്യസമയത്ത് പോകണം. സഭായോഗത്തിന് വരാൻ കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിലും ജോലിക്ക് കൃത്യസമയത്ത് പോകാൻ നമുക്കെല്ലാം കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. വി ആർ ഡ്യൂട്ടി കോൺഷ്യസ്. സഭായോഗം പിന്നെ ഡ്യൂട്ടി കോൺഷ്യസ് അല്ലാത്തതുകൊണ്ടാണ് ഉദ്ദേശിച്ച് ഞങ്ങൾ ഇത് സ്നേഹമായതുകൊണ്ടാണ് പിന്നെ അത്ര കെയർ എടുക്കാത്തത്. പക്ഷെ ജോലിക്ക് പോകുന്ന അങ്ങനെയല്ല. 2 ദിവസം പോയാൽ മെമ്മോ കിട്ടും, 3-ാം ദിവസം പോയി കഴിഞ്ഞാൽ സാലറി കട്ട് ചെയ്യും. അത് നോക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് അത് വേറെ കാര്യം. അപ്പോൾ കേവലം കമ്മിറ്റ്മെൻറ്റും അല്ല സ്നേഹം. അത് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക. കേവലമായിട്ടുള്ള ഒരു ഡ്യൂട്ടി കോൺഷ്യസ്നെസ് അല്ല സ്നേഹം. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കാര്യമായിട്ടല്ല സ്നേഹത്തെ അവിടെ പറഞ്ഞേക്കുന്നത്. ഞാൻ പ്രായോഗിക തലത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതെന്നാണ് നമ്മുടെ ഉള്ളിലോട്ട് കയറണം. നമ്മൾ ഈ സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ ഒരു 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 സിറപ്പി മിൽക്കി ടൈപ്പ് ഓഫ് ഫീലിങ്സ്, അതാ സ്നേഹം. അതൊന്നും അല്ലെന്നേ സ്നേഹം. സ്നേഹമെന്നുള്ളത് അങ്ങനെ തോന്നുന്ന ഈ കാര്യങ്ങളൊന്നും അല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്ന ആ കമ്മിറ്റ്മെൻറ്റാണ്. ഇനി ആ കമ്മിറ്റ്മെൻ്റ് എന്നുള്ളതും ആ ഡ്യൂട്ടി, ഭാര്യയെ സ്നേഹിക്കണം, നിനക്ക് എന്താ വേണ്ടേ അത് തന്നേക്കാം, ഡ്യൂട്ടി ചെയ്യുന്നതല്ല സ്നേഹം. പിന്നെന്താ സ്നേഹം? ഭാര്യയെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് വേദപുസ്തകത്തിലൊരു വാക്യം ഉള്ളത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾക്കും ആപ്ലിക്കബിളാണ് തിരിച്ചിങ്ങോട്ടും. എനിവേ, ആ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരിയായി ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നോക്കണം. അപ്പം സ്നേഹമെന്ന് പറയുന്നത് സ്നേഹമെന്നുള്ളത് ഒരാൾ കാണിച്ചു തന്നിട്ടുണ്ട്. ലവ് ഇൻ ആക്ഷൻ. കേവലം ലോകത്തെ വീണ്ടെടുക്കണമെന്നുള്ള കമ്മിറ്റ്മെൻറ്റ് മാത്രമല്ല ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലുള്ളത്. ഡ്യൂട്ടി ചെയ്ത് എങ്ങനെയാലും കുറേ പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല. നോ, അവസാനത്തോളം അവരെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. നോട്ട് ഓൺലി കമ്മിറ്റ്മെൻറ്റ് ബട്ട് സാക്രിഫിഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. ഒരു കാര്യം ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്വ മനോഭാവം മാത്രമല്ല, പിന്നെയോ ആ ഉത്തരവാദിത്വ മനോഭാവം ഡ്യൂട്ടി ചെയ്യുന്ന പ്ലേസിലുണ്ട്. പക്ഷേ അവിടെ സ്നേഹം വേണമെന്ന് നിർബന്ധമില്ല, അത് ഡ്യൂട്ടിയാണ്. എന്നാൽ വീട്ടിൽ ഭാര്യ ഭർത്താവിന് ചായ കൊടുക്കുന്നത് ഒരുപക്ഷെ
ഡ്യൂട്ടിയുടെ ഭാഗമാകാം. പക്ഷെങ്കിൽ ആ ഡ്യൂട്ടി ചെയ്യുന്നതിനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് സ്നേഹമായിരിക്കണം. അല്ലെങ്കിൽ അത് കേവലം കമ്മിറ്റ്മെൻറ്റാണ്. എല്ലാ ദിവസവും ചായ കൊണ്ട് കൊടുക്കും, ഇന്നും കൊണ്ട് കൊടുക്കും. നോ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സ്നേഹമെന്നുള്ളത് ഒരു കമ്മിറ്റ്മെൻറ്റ് മാത്രമല്ല, ഇറ്റ് ഈസ് സാക്രിഫിഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. ആ സാക്രിഫിഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അതിൻ്റെ തെളിവാണ് ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു രോഗം വന്നാൽ മനസ്സിലാകാൻ വേണ്ടി പറയുക, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് ആ കുഞ്ഞിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പകൽ മാത്രം അതിനെ ശുശ്രൂഷിക്കാം. പകൽ ഞാൻ ജോലിക്കും പോയിട്ട് വന്നോ, അല്ലെ നമ്മൾ ജോലിക്കും പോയിട്ട് വന്നോ ഉറങ്ങാതിരുന്നേച്ച് രാത്രിയിലും ഈ കുഞ്ഞ് കരയുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലല്ലല്ല എനിക്ക് ഉറങ്ങണം എന്ന് സ്നേഹമുള്ള ഒരു മാതാവോ പിതാവോ ചിന്തിക്കുകയില്ല. പിന്നെന്തോ ചെയ്യും? ഉണർന്നിരിക്കും. കാരണം എന്താ? ദാറ്റ് ഈസ് സാക്രിഫിഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. നോട്ട് മിയർലി കമ്മിറ്റ്മെൻറ്റ് ടു ദ ചൈൽഡ്, ബട്ട് സാക്രിഫിഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. വാട്ട് സാക്രിഫൈസ്? പകല് അധ്വാനിച്ച് ക്ഷീണിച്ചിട്ടും രാത്രിയിലും ഉറക്കമൊഴിവാക്കാനുള്ള ആ ഉള്ളിൻ്റെ ഉള്ളിലെ പ്രേരണ, സാക്രിഫിഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. വേദപുസ്തകം പഠിപ്പിക്കുന്ന സ്നേഹം ഇതാ. ഇത് ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ ഈ ഉദാഹരണങ്ങളൊക്കെ. അപ്പോൾ സ്നേഹമെന്നുള്ളത് ഇറ്റ് ഈസ് ആക്ഷൻ, നോട്ട് മിയർലി ആക്ഷൻ. അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് മാത്രമല്ല, ഒരു സമർപ്പണം മാത്രമല്ല, ഏറ്റവും ആ സ്നേഹിക്കുന്ന ഒബ്ജക്റ്റിന് വേണ്ടി എന്തും സഹിക്കാനുള്ളതാകുന്ന ആ മനോഭാവത്തെക്കുറിച്ചാണ് വേദപുസ്തക സ്നേഹം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്നേഹിക്കാനുള്ള പ്രബോധനം തരുന്നത്. കാരണം ഇറ്റ് ക്യാൻ ബി കമാൻഡഡ്. ഇതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. എന്നാൽ കമ്മിറ്റ്മെൻറ്റിനേക്കാൾ ഉപരി ഇതൊരു സാക്രിഫിഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം അവിടുത്തെ സ്നേഹം അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൽ പകർന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ. കാരണം ദൈവം സ്നേഹം തന്നെ. ഇനി സ്നേഹമെന്നൊക്കെ പറയുമ്പോൾ സ്നേഹമെന്നുള്ളതിൻ്റെ എക്സ്പ്രഷൻസിൽ കറക്ഷൻസോ റെബ്യൂക്കോ ഇല്ല എന്ന് നമ്മൾ കരുതരുത്. അത് നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ വേദഭാഗത്ത് കാണുന്നില്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ അങ്ങ് തിരുത്തിപ്പോകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്നേഹത്തിൽ കറക്ഷനുണ്ട്. അതും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാവുന്ന ഒരു വേദഭാഗമാണ്. ഒരു നല്ല ചെറുപ്പക്കാരൻ വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നിത്യജീവനിൽ പ്രവേശിക്കാൻ ഞാൻ എന്നാ ചെയ്യേണ്ടത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, അന്ന് നിലവിലുണ്ടായിരുന്നത് ന്യായപ്രമാണം. ന്യായപ്രമാണത്തെ ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കും. കർത്താവ് പറഞ്ഞു, നീ അതൊക്കെ അങ്ങ് പ്രമാണിക്കണം. ഇന്ന ചില കാര്യങ്ങൾ പറഞ്ഞു, കൊല ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. ഉടനെ അവൻ പറയുന്ന മറുപടി, ഞാൻ അതെൻ്റെ ചെറുപ്പം മുതലേ ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഇവൻ ഡ്യൂട്ടി ചെയ്യുന്ന കാര്യമാണ്. കർത്താവിന് മനസ്സിലായി. കേൾക്കണേ, ഇവൻ റിയലി കമ്മിറ്റഡാ. കമ്മിറ്റ്മെൻറ്റ് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഭയങ്കര കമ്മിറ്റഡാ. കൃത്യമാണ് അവൻ ചെയ്യുന്നതെല്ലാം. കേട്ടെ, ടൈത്ത് കൊടുക്കുന്നത് കൃത്യമാണ്. അവൻ ശബത്താചരിക്കുന്നത് കൃത്യമാണ്. ആ ന്യായപ്രമാണത്തിൻ്റെ സകല പ്രമാണവും കൃത്യമായിട്ട് അവൻ ചെയ്യുന്നത് ഭയങ്കര കൃത്യമായിട്ട് ചെയ്യും. ഇന്നത്തെ കൺവീനിയൻ്റ് റിലീജിയൻ അല്ലായിരുന്നു അവൻ്റേത്.
ഭയങ്കര കൃത്യമായിട്ട് അവൻ ചെയ്യും. പക്ഷേ ആ കൃത്യത കർത്താവ് നോക്കിയപ്പോൾ അതിനകത്തൊരു കുറവ് കണ്ടു. അവൻ ഭയങ്കര പ്രതിജ്ഞാബദ്ധമാണ് അവൻ്റെ കാര്യം ചെയ്യാൻ. ഞാനീ പറയുന്ന വേദഭാഗം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 15 മുതൽ താഴോട്ടുള്ള ഒരു 17 മുതലുള്ള വേദഭാഗമാണ്. ഉടനെ കർത്താവ് അവനെ നോക്കി, എന്നിട്ട് പറഞ്ഞേക്കുന്നത് എന്താ? അവനെ സ്നേഹിച്ചു. എത്ര കൃത്യമാ വേദപുസ്തകം. സ്നേഹിച്ചേച്ച് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. അപ്പം സ്നേഹമെന്നുള്ളതിൻ്റെ എക്സ്പ്രഷൻസിൽ കറക്ഷനുണ്ട്. സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസിൽ കറക്ഷനുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. ഈ ചെറുപ്പക്കാരൻ്റെ അവൻ കൃത്യമായിട്ട് എല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ കർത്താവിന് മനസ്സിലായി, പക്ഷെ ഇവൻ സാക്രിഫിഷ്യലി അല്ല ചെയ്യുന്നത്. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും അതില്ലെന്നുള്ളത് കർത്താവിന് മനസ്സിലായി. അതിന് തടസ്സം എന്താണെന്നും കർത്താവിന് മനസ്സിലായി. ഉടനെ പറഞ്ഞു, നീ പോയിട്ട് നിന്റെ കുറവിതാ, നീ ആ കാര്യം ചെയ്യുന്ന കമ്മിറ്റ്മെൻറ്റ് നല്ലത് തന്നെ, നീ വെൽ ആൻഡ് ഗുഡ്. പക്ഷെങ്കിൽ ഒരു കുറവ് നിനക്കുണ്ട്. നിന്റെ ഇതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് വന്ന് നീ എന്നെ അനുഗമിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സ്നേഹമെന്നുള്ളത് കൃത്യമായി ഡ്യൂട്ടി ബൗണ്ടായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതാ ദൈവസ്നേഹമെന്ന് ചിന്തിക്കരുത്. നേരെ മറിച്ച് സാക്രിഫിഷ്യലി അതെനിക്ക് ചെയ്യാൻ കഴിയുമോ, സാക്രിഫിഷ്യലി ചെയ്യാൻ കഴിയുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജോലി ചെയ്യുന്ന, അല്ലെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്ത് നിന്ന് പറയുക, നാളെ മുതൽ ജോലിക്ക് വരണ്ട. കേട്ടെ പക്ഷേ ഇല്ല, ജോലിക്ക് നീ വന്നോ? ഒരു കാര്യം നീ പറഞ്ഞേച്ചാൽ മതി, യേശു കർത്താവല്ലെന്നൊന്ന് ഏറ്റ് പറഞ്ഞേച്ചാൽ മതി. അന്നേരം അറിയാം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കൂ, അന്നേരം അങ്ങ് പറഞ്ഞാലും പിന്നെ വന്ന് ആരറിയുന്നു, അല്ലേ? അവിടെയാണ് നമ്മുടെ സ്നേഹം. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതാ നമ്മൾ നോക്കേണ്ടത്. സാക്രിഫൈസ് ചെയ്യാൻ എനിക്കും നിങ്ങൾക്ക് മനസ്സുണ്ടോ? കേവലം കമ്മിറ്റ്മെൻ്റ് അല്ല. എനിക്ക് സൗകര്യമുള്ളപ്പോൾ കാര്യങ്ങൾ നന്നായിട്ട് ഞാൻ ചെയ്യുന്നതൊന്നുമല്ല വലിയ കാര്യം, അതെല്ലാവർക്കും ചെയ്യാൻ കഴിയും. എന്നാൽ അതിനപ്പുറമായിട്ട് ആ സാക്രിഫിഷ്യൽ കമ്മിറ്റ്മെൻ്റ് എനിക്കുണ്ടോ? ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ അതിന് തടസ്സമായിട്ട് ഉള്ള ഒരു കാര്യം, എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം, അത് വേണ്ട എന്ന് വെക്കാൻ പറഞ്ഞാൽ അതിനെ സാക്രിഫൈസ് ചെയ്തിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നു എന്നെൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് തെളിയിക്കാൻ കഴിയുന്നെങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. മനസ്സിലാകുന്നുണ്ടോ? വാസ്തവത്തിൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന സ്നേഹം അതാ, സാക്രിഫിഷ്യൽ. അതിനെ ഞാൻ അവിടെ നിന്നാൽ ശരിയാകത്തില്ല, മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. കറക്ഷനോടുള്ള ബന്ധത്തിൽ നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. എബ്രായർ 12:6 കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ഓക്കെ, ആ ഭാഗം ഞാൻ അപ്പോൾ ലവിൽ കറക്ഷനുണ്ട്. ലവ് എന്ന് പറയുന്നത് എല്ലാം സമ്മതിച്ച് എഗ്രി ചെയ്ത് പോകുന്നതല്ല, ഡിസഗ്രി ചെയ്യുന്നതും ലവിലായിരിക്കണം. അതുകൊണ്ട് ആ സ്നേഹത്തിൽ സത്യം നിങ്ങളിനി മനുഷ്യരുടെ ഉപായങ്ങളാൽ തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളാൽ അതിനകത്ത് കുടുങ്ങി അലഞ്ഞു പോകുന്ന കാറ്റിനാൽ, ഉപദേശത്തിൻ്റെ വിവിധമാകുന്ന കാറ്റിനാൽ ഉഴലുന്നവരാകാതെ സ്നേഹത്തിൽ സത്യം. അപ്പോൾ ഈ പറയുന്ന എല്ലാം അങ്ങ് സ്വീകരിച്ച് ഓക്കെ സ്നേഹത്തിലാണ്. നോ അങ്ങനൊന്നും അല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്.
സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. സത്യവും സ്നേഹവും ഒരുമിച്ച് പോകണം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആകട്ടെ, ദയവായിട്ട് കേട്ടെ. ഇന്നലെ വൈകിട്ട് പ്രസംഗം കേട്ടായിരുന്നല്ലോ. ആ ആത്മാക്കൾ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടുപോകട്ടെ. ചിലർക്കെങ്കിലുമൊക്കെ മനസ്സിലായി എന്താണെന്നായിരിക്കും അല്ലേ. വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല. ഈ മന്ദതയിട്ട് വട്ടമിട്ട് പോരാടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ കാര്യമേ പറഞ്ഞേ. ഞാൻ നമ്മുടെ ആ ടെർമിനോളജിയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും കണ്ണൊക്കെ ഒന്ന് തുറന്നിരുന്നേ. കണ്ണടച്ചിരുന്ന് ആരും സ്തോത്രം പറയണ്ട, കണ്ണ് തുറന്നിരുന്നു സ്തോത്രം പറഞ്ഞാൽ മതി. ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ഏറ്റവും പുറകിലിരിക്കുന്ന എൻ്റെ കണ്ണ് അടഞ്ഞാണോ തുറന്നാണോ ഇരിക്കുന്നതെന്ന് അവിടെ ഇരുന്നാൽ കാണാമോ എന്ന് എന്നോട് ഒരിക്കൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് നല്ല കാഴ്ചയുണ്ട്, റീഡിങ്ങിന് മാത്രം ഞാൻ ഗ്ലാസ്സസ് ഉപയോഗിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം അവിടെ ഏറ്റവും പുറകിരിക്കുന്ന ആളുടെയും കണ്ണ് തുറന്നാണോ അടഞ്ഞാണോ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്തുകൊണ്ടാണ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഈ കാര്യം ഇത്ര പ്രാധാന്യതയോടെ പറയുന്നത്? വൈ വി മസ്റ്റ് ലവ്. അതിൻ്റെ കാരണങ്ങൾ പലതും നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത്, നാം അന്യോന്യം സ്നേഹിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവം സ്നേഹം തന്നെ. അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെ നമുക്ക് നിത്യജീവനുണ്ടോ എന്ന് നമ്മളെ തന്നെ അളക്കാനുള്ള ഒരു അളവുകോലാണ് യോഹന്നാൻ ലേഖനം. അപ്പം പല അളവുകോൽ പറയുക. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണോ എന്നറിയുവാനുള്ള അളവുകോലുകളിൽ ഒന്ന്, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പം ഈ പറഞ്ഞ നിലയിൽ നമ്മുടെ പിതാവിൻ്റെ സ്വഭാവം നമുക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആരിൽ നിന്ന് ജനിച്ചവരല്ല. മനസ്സിലാവുന്നു? ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അളവുകോല ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് ഞാനിത് എഴുതിയേക്കുന്നതെന്നാണ് യോഹന്നാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു അളവുകോല. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണോ? എനിക്കെങ്ങനെ അറിയാം? ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചെങ്കിൽ എൻ്റെ അപ്പൻ്റെ സ്വഭാവം എന്നിലുണ്ടാകും. അപ്പൻ്റെ പെർഫെക്റ്റ് സ്വഭാവം ഓൾ ഓഫ് എ സഡൻ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഞാൻ വളരും തോറും അപ്പൻ്റെ സ്വഭാവം എന്നിൽ കൂടി വരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൻ എന്നെ കറക്റ്റ് ചെയ്യും. അപ്പൻ എന്നോട് പറയും, അങ്ങനല്ല ഇങ്ങനെയാ വേണ്ടതെന്ന് പറയും. എനിക്ക് തെറ്റു വരാറുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ദൈവത്തിങ്കിൽ നിന്ന് ജനിച്ചവനാണെങ്കിൽ, അപ്പനിൽ നിന്ന്, സ്വർഗത്തിലെ അപ്പനിൽ നിന്ന് ജനിച്ചവനാണെങ്കിൽ, സ്വർഗത്തിലെ അപ്പച്ചൻ്റെ അവിടുന്ന് സ്നേഹം തന്നെ എന്ന് യോഹന്നാൻ പറയുക. അങ്ങനെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ എവിടുന്ന് ജനിച്ചിരിക്കുന്നു? ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സോ children of God display the character or the nature of their father. ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവമക്കൾ ആ പിതാവിൻ്റെ സ്വഭാവം എന്ത് ചെയ്യും? പ്രദർശിപ്പിക്കും. അപ്പം സ്നേഹിക്കുന്നവനെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇനിയും സ്നേഹിക്കാത്തവൻ എന്ത് ചെയ്യുന്നില്ല? ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നു എന്നവകാശപ്പെട്ടാൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കത് അളന്നു നോക്കാനായിട്ട് കഴിയും. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ ആക്ഷൻ കൊണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാലത്ത് എഴുന്നേറ്റൊരു സാക്ഷ്യം പറഞ്ഞെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളത്തിൽ മുങ്ങിയെന്നോ, അല്ലെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തതോ ഒന്നുമല്ല നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ബിയോണ്ട് ദ കോൾ ഓഫ് ഡ്യൂട്ടി ആർ വി സാക്രിഫൈസിങ് ഫോർ ദ ലവ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട നമുക്ക് നമ്മുടെ ആ പൊത്തുവരുത്തമാകുന്ന ജീവിത സാഹചര്യങ്ങൾക്കുപരിയായിട്ട്
സാക്രിഫൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അത് നമ്മൾ ഒരുപക്ഷെ വലിയ കാര്യം ചെയ്തില്ലെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ, ഡെയിലി ലൈഫിൽ ക്രമേണ പിതാവിൻ്റെ സ്വരൂപത്തോട് നമുക്ക് അനുരൂപപ്പെടാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ അനുരൂപപ്പെടാൻ കഴിയുന്നെങ്കിൽ നാം ദൈവമക്കള, അല്ലേ ദൈവമക്കളല്ല. കാരണം വേദപുസ്തകം പറയുന്നു, സ്നേഹിക്കാത്തവൻ ആരും ദൈവത്തിൽ നിന്ന് ജനിച്ചവനല്ല. ഹി ഈസ് നോട്ട് ബോൺ ഓഫ് ഗോഡ്. കാരണം ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൻ്റെ ആക്ഷനെ കുറിച്ച് വേദപുസ്തകം വളരെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ച്, അല്ലേ, അന്യോന്യം സ്നേഹിക്കുന്നതിനെ കുറിച്ച് വേദപുസ്തകം വളരെ മനോഹരമായിട്ട് ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒരു ഉദാഹരണം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ, പെട്ടെന്ന്, സമയമില്ലെങ്കിലും പെട്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. എബ്രായർ 6:10. അവിടെ ആ വിശ്വാസികളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം പറയുകയാണ്. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയിൽ, ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് ഗോഡ് ഈസ് നോട്ട് അൺജസ്റ്റ്. ഹി ഈസ് നോട്ട് അൺജസ്റ്റ്. വൈ ഹി ഈസ് നോട്ട് അൺജസ്റ്റ്? ദാറ്റ് ഹി വിൽ നോട്ട് ഫോർഗെറ്റ് the labor of your love. The labor of your love. നിങ്ങളുടെ സ്നേഹ പ്രയത്നം, ലേബർ ഓഫ് ലവ്. സ്നേഹമെന്നുള്ളത് സെൻറ്റിമെൻ്റ് അല്ല, അത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇത് വ്യക്തമാക്കുന്ന വേദഭാഗമായത്. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും. അപ്പോൾ അവരുടെ പ്രവൃത്തിയുടെ സവിശേഷത എന്താ? അന്യോന്യമുള്ള സ്നേഹം, ശുശ്രൂഷാ മനോഭാവം. ശുശ്രൂഷിക്കുന്നതിനാലും, പണ്ടെങ്ങോ ചെയ്തെന്നല്ല, ഇപ്പോഴും അവരെന്ത് ചെയ്യുക. അപ്പം സ്നേഹം എങ്ങനെയാണ് വെളിവാക്കപ്പെട്ടത്? വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും. ഇനിയും അതിൻ്റെ എല്ലാം അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഘടകം ഏതാ? തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം. തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം. ആ സ്നേഹം മറന്നു കളവാൻ ദൈവം എന്തുള്ളവനല്ല. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസികൾ ഇതൊക്കെ ചെയ്തത് ദൈവം അനീതിയുള്ളവനല്ല, ദൈവം പ്രതിഫലം തരുമെന്നുള്ള ചിന്തയിലല്ല, ഒറ്റ ഒരു ചിന്തയില്ല. അവർക്ക് ദൈവത്തോടങ്ങ് സ്നേഹമായി. പ്രതിഫലം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ മനസ്സിലേ കയറിയില്ല. ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെ തെളിയിക്കപ്പെട്ടു? വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാൽ തെളിയിക്കപ്പെട്ടു. സ്നേഹമെന്നുള്ളത് വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. സ്നേഹം ശുശ്രൂഷയാൽ തെളിയിക്കപ്പെടുന്നതാണ്. ശുശ്രൂഷ മനോഭാവത്താലാണ് സ്നേഹം തെളിയിക്കപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ യേശു കർത്താവിൻ്റെ ആ ചിത്രത്തിൽ അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം. അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞേച്ച് എന്തുവാ കർത്താവ് ചെയ്തത്? തോർത്തെടുത്ത് അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാലുകളെ കഴുകാൻ തുടങ്ങി, ശുശ്രൂഷിപ്പാൻ തുടങ്ങി. ആരാ ശുശ്രൂഷിക്കാൻ തുടങ്ങിയത്? ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തു. അപ്പം സ്നേഹമെന്നുള്ളത് കർത്താവ് തെളിയിച്ചു. എങ്ങനെ? ക്രൂശിന് മുൻപ് തന്നെ കർത്താവ് തെളിയിച്ചു. അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്നുള്ളത് കർത്താവ് തെളിയിച്ചു. ശിഷ്യന്മാരുടെ കാലുകൾ ഈ മനോഭാവം നമ്മിലുണ്ടോ? അവനെന്നെ മൈൻഡ് ചെയ്തില്ല, ഞാനിനി അവനോട് മിണ്ടുകയില്ല. നോ, അതിൻ്റെ അർത്ഥം നമ്മിൽ സ്നേഹമില്ലെന്നാ. ഒരുവനെ മറ്റവനെ എന്നെക്കാളും ശ്രേഷ്ഠനെന്ന് എനിക്ക് പറയാനല്ല, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നൊരു മനോഭാവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ട് ദൈവം ഈ ദിവസങ്ങളിലായിട്ട് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലൊന്ന് ഈ സെൽഫ് റൈച്ചസ് ഫീലിങ്സ് ഒക്കെ ദൈവം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക. എല്ലാം പോയിട്ടൊന്നുമില്ല,
കുറച്ചൊക്കെ പോകുന്നുണ്ട്, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സ്വയനീതി, പല കാര്യങ്ങളിലും ഞാൻ അപ് ടു ഡേറ്റ് ആണെന്നുള്ള ഒരു ചിന്ത ഒരു കാലത്ത് എന്നെ ഭരിച്ചിരുന്നുണ്ട്. ഇന്ന് എനിക്കതില്ല, കുറച്ചെങ്കിലും അത് മാറിയിട്ടുണ്ട്. നോ, ഐ ആം ആസ് വീക്ക്, ഈവൻ മോർ വീക്ക് ദാൻ അതേഴ്സ് എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിലൊരു തിരിച്ചറിവ് ദൈവം തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് വെറുതെ പറയുന്ന കാര്യമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയാം. അത് തുടങ്ങാൻ നമ്മൾ കഴിയണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ തിരിച്ചറിയലുണ്ടാകണം. എൻ്റെ സഹോദരൻ എന്നെക്കാളും ശ്രേഷ്ഠനാണ്, എൻ്റെ സഹോദരൻ്റെ പാദം കഴുകാൻ എനിക്ക് കഴിയണം. അതാ സ്നേഹം. അല്ലാതെ വാക്കുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ അവസ്ഥയിലേക്ക് വരാനാണ്. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ അവസ്ഥയിലേക്ക്. നമ്മളാരും പെർഫെക്റ്റ് അല്ല. നിങ്ങൾ ഒരു പക്ഷേ ഈ പറയുന്ന ആൾ നോ അല്ല, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ല ആകാനുള്ള താല്പര്യം കൊണ്ട് ഇതങ്ങ് പറയുക. അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് അതാ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് എനിക്ക് അനേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അപ്പോൾ അത് വളരെ വ്യക്തമാണ്. തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം എങ്ങനെ തെളിയിക്കപ്പെട്ടു? വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും അങ്ങനെയാണ് തെളിയിച്ചത്. അത് മറന്നു കളയാൻ ദൈവം അനീതിയുള്ളവനല്ല. പ്രിയപ്പെട്ടവരെ, ട്രൂ ലവിനാണ് നിത്യതയിൽ പ്രതിഫലമുള്ളത്. ട്രൂലി ഔട്ട് ഓഫ് ലവ്, സ്നേഹത്തിൽ നിന്നുത്ഭവിക്കാത്തത്, അല്ലേ, വിശ്വാസത്തിൽ നിന്നുത്ഭവിക്കാത്തത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇതൊരുമിച്ച് പോകുന്നതാണ്. ഈ എബ്രായ ലേഖനം നമ്മൾ വായിച്ചു നോക്കിയാൽ അത് മൂന്നും അവിടെ കാണാൻ കഴിയും. അതിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊന്നും നിത്യതയിൽ നിലനിൽക്കുകയില്ല. എന്ത് വലിയ പ്രവൃത്തി ചെയ്താലും, എത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചാലും, നിത്യതയിൽ നിലനിൽക്കുന്നത് സ്നേഹത്തിൽ നിന്നും ഉത്ഭവിച്ച പ്രയത്നമാണ്. അല്ലാത്തതൊന്നും നിത്യതയെ നിലനിൽക്കുകയില്ല. അത് മറന്നു കളയുകയില്ല. ഓർമ്മയുടെ പുസ്തകത്തിലുണ്ടാകും. മനുഷ്യൻ മറന്നു കാണും, നമ്മൾ തന്നെ മറന്നു കാണും. ഒരു പക്ഷേ നിത്യത ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും വലിയ സർപ്രൈസായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹത്താൽ നിറയാൻ നമുക്ക് കഴിയണം. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായിട്ട് ഉള്ള ഒരു വാഞ്ച നമ്മുടെ ഉള്ളിൽ വരട്ടെ. ദൈവം അതിനായിട്ട് നമുക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇനിയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനം എന്താ? ഞാൻ പെട്ടെന്ന് വായിച്ച് മുൻപോട്ട് പോവുകയാണ്. ദൈവം 9-10 വാക്യങ്ങൾ. ദൈവം തൻ്റെ ഏകജാതനാകുന്ന പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചതിൻ്റെ സ്നേഹമാകുന്നു. സ്തോത്രം. ദൈവ സ്നേഹത്തെക്കുറിച്ച് അവിടെ പറയുന്നു. നമ്മളല്ല സ്നേഹിച്ചത്, ദൈവം നമ്മളെ സ്നേഹിച്ചു. സ്നേഹത്തിന് അതിനെ അളക്കാനുള്ള 3 സൂചകങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സുണ്ട് പ്രധാനമായിട്ട്. ഒന്നാമത്തേത് the identity of the lover. The greater the lover, the more greater the love. സ്നേഹത്തിൻ്റെ അളവുകളിലൊന്ന്, സ്നേഹിക്കുന്ന ആ വ്യക്തി ആരാ സ്നേഹിക്കുന്നത്, ആ വ്യക്തി എത്രത്തോളം വലിയവനാണോ അത്രത്തോളം വലുതാണ് സ്നേഹം. അപ്പം ഇതൊന്ന് അളന്നു നോക്കിയാൽ, God so loved the world. ആരാ സ്നേഹിച്ചത്? ദൈവം സ്നേഹിച്ചു. നമ്മളവിടെ അതല്ലേ വായിക്കുന്നത് ഈ വാക്യത്തിൽ. ദൈവം സ്നേഹിച്ചു. ആരാ ദൈവം? ദൈവം എന്നൊക്കെ പറയുമ്പം എപ്പോഴും ദൈവമേ എന്നൊക്കെ പറയുമ്പോൾ ദൈവം ആരാണെന്നൊന്നും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറില്ല. ദൈവം ആരാണെന്ന് ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൻ്റെ മുഴുവൻ ചിന്തയും ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്.
അതാ വേദപുസ്തകം. എല്ലാം ദൈവത്തിൽ കേന്ദ്രീകൃതമാണ്. തനിക്ക് വേണ്ടി, ദൈവത്തിനു വേണ്ടി സകലവും ദൈവത്തിങ്കലേക്കും. അതാ സകലവും അവിടുന്നും അവനാലും അവങ്കലേക്കുമാകുന്നു. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹിം. സകലവും അവനാലും, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നു. അവൻ എന്നേക്കും മഹത്വം. സോ മഹത്വം എല്ലാം കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ദൈവം. അപ്പോൾ ദൈവം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സ്നേഹത്തിൻ്റെ അളവുകോല് ആരാ സ്നേഹിക്കുന്നതെന്നുള്ളതാണ്. വേദപുസ്തകം പറയുന്നു ദൈവം സ്നേഹിച്ചു. അപ്പോൾ ആരാകുന്നു ദൈവം? വേദപുസ്തകം മുഴുവൻ പറയുന്നത് ദൈവം ആരാണെന്നാണ്. ഇടയ്ക്കൊക്കെ അതിങ്ങനെ കയറി വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോഴെങ്കിലും ഒന്ന് കണ്ണു തുറന്നിരിക്കേ. വീഡിയോ അത്രയും ഭാഗം കട്ട് ചെയ്ത് ചവിട്ടോ. ആരാ ദൈവം? പൗലോസിനോടൊന്ന് ചോദിച്ചേ, ആരാ ദൈവം? വാചാലനാകാൻ തുടങ്ങും. ഒരു വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. 1 തിമോഥെയോസ് 6:15-16. ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും. ഓരോ വാക്കും ഇമ്പോർട്ടൻ്റാ. ധന്യനാകുന്ന ഏകാധിപതി, ദ ബ്ലെസ്സഡ്. ധന്യനാകുന്ന ഏകാധിപതി. ഒപ്പം വെക്കാൻ ആരുമില്ല. രാജാധിരാജാവ്, കിങ് ഓഫ് കിങ്സ്. കർത്താധികർത്താവ്, ലോർഡ് ഓഫ് ലോർഡ്സ്. താൻ മാത്രം അമർത്യതയുള്ളവൻ, ഇമ്മോർട്ടൽ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യനാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവൻ. ആരാ ദൈവം? ഈ ദൈവം എന്നെ നിങ്ങളെ സ്നേഹിച്ചെന്ന് മനസ്സിലാകുന്നുണ്ടോ? ആ ദൈവം എന്നെ സ്നേഹിച്ചെന്ന്. The identity of the lover is so great. അതുകൊണ്ടാണ് ആ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും എന്തെന്ന് സകല വിശുദ്ധന്മാരും ഒരുമിച്ച് ചേർന്ന് നിത്യത മുഴുവൻ ആരാഞ്ഞാലും അതിൻ്റെ അടിത്തട്ടിൽ ചെല്ലത്തില്ല. അത്ര വലുതാണ് ആ സ്നേഹം. ദൈവം നമ്മെ സ്നേഹിച്ചു. God so loved the world. Indicator number 1, the identity of the lover. The more greater the identity of the lover, the more greater the love is. 2, the identity of the object of love. ആരെ സ്നേഹിച്ചു എന്നുള്ളതും കൂടെ തട്ടിച്ചു നോക്കുമ്പോഴാണ് ഈ സ്നേഹത്തിൻ്റെ വലിപ്പം മനസ്സിലാകുന്നത്. ആര് സ്നേഹിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. അത് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചിന്തയാണ്. ആരെയാ സ്നേഹിച്ചത്? ദൈവം ലോകത്തെ സ്നേഹിച്ചു. ലോകമാരാ? ഒരുപാട് എക്സ്പ്ലനേഷൻ തരാൻ കഴിയും. പത്രവാർത്തകൾ വായിച്ച് നമ്മൾ ഞെട്ടാറുണ്ട്. ചില വാർത്തകൾ വായിക്കാൻ നമുക്ക് തോന്നുകയില്ല. ഞാൻ ചില വാർത്തകൾ വായിക്കാറില്ല. ഹെഡ്ലൈൻസ് മാത്രമേ നോക്കുകയുള്ളൂ. താഴോട്ട് വായിക്കാൻ തോന്നുകയില്ല. അത്ര അവേർഷൻ ഉണ്ടാക്കുന്ന വാർത്തകളാണ്, ഇല്ലേ? അപ്പം ലോകമെന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിൽ ഈ ചെളിക്കുണ്ടി കിടക്കുന്ന എനിക്ക് ലോകത്തിലെ കാര്യങ്ങൾ കാണുമ്പം അവേർഷൻ തോന്നുന്നെങ്കിൽ പരിശുദ്ധ
പരിശുദ്ധനാകുന്ന അകൃത്യത്തെ കാണാൻ സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല എന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു. അങ്ങനെയുള്ള പരിശുദ്ധനാകുന്ന ദൈവം ലോകത്തെ സ്നേഹിച്ചെന്ന് പറഞ്ഞപ്പം ഇത്ര അറപ്പളവാക്കുന്ന ഒരു കാര്യം വായിക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിൽ, അത്ര പരിശുദ്ധനാകുന്ന ദൈവം അത്ര താഴെയുള്ളതിനെ സ്നേഹിച്ചെങ്കിൽ ആ സ്നേഹം എത്ര വലുതാ. The identity of the object of love. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പൗലോസ് വാചാലനാകാറുണ്ട്. റോമാലേഖനമായ ഏറ്റവും നല്ല അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കുന്നത്. പൗലോസിനോട് ചോദിച്ചാൽ പറയും, നമ്മളോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുക, റോമാലേഖനം 5:6, 8, 10 വാക്യങ്ങൾ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ബലഹീനർ, അഭക്തർ. 8-ാം വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പാപികൾ, ബലഹീനർ, അഭക്തർ, പാപികൾ. 5:10, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ ആരെ സ്നേഹിച്ചു? ശത്രുക്കളെ, ബലഹീനരെ, അഭക്തരെ, പാപികളെ, ലോകത്തെ സ്നേഹിച്ചു. 3-ാമത്തെ അളവുകൾ എന്താണെന്നറിയാമോ? ആ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളതാ. അതാ ഇവിടെ യോഹന്നാൻ പറയുന്ന വിഷയം. സ്നേഹത്തിൻ്റെ 2 അളവുകൾ നമ്മൾ കണ്ടു. ദ ഗ്രേറ്റർ ദ ലവർ, the greater the love is. The lesser the object of love, the greater the love is. 3, the expression of love, the greater the expression of the love, the more marvelous the love. Expression of love എന്താ? സ്നേഹത്തിൻ്റെ പ്രദർശനം എന്താ? സ്നേഹത്തിൻ്റെ പ്രദർശനം, അത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ചെറിയ കാര്യം കൊണ്ടല്ല, ചെറിയ കാര്യങ്ങൾ കൊണ്ടല്ല. പിന്നെയോ ഇവിടെ നമ്മൾ വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ലവ്? കൊച്ചു കാര്യമല്ല, ചെറിയ കാര്യങ്ങളല്ല, കേവലമായി ചെയ്തു തന്ന സഹായങ്ങളല്ല, കടബാധ്യത മാറ്റിയതല്ല. അതല്ല സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ. അതൊന്നുമല്ല വലിയ കാര്യം. നമുക്കിന്ന് അതൊക്കെയാണ് വലിയ കാര്യം. യേശു കർത്താവ് അതൊന്നും വലിയ കാര്യമായിട്ട് കണ്ടില്ല. മരിച്ചവരെ ഉയർപ്പിച്ചേച്ച് അവരോട് പോയി സാക്ഷ്യം പറയാൻ പറഞ്ഞില്ല. മറ്റു പലരെയും കാര്യങ്ങൾ ചെയ്തപ്പോൾ സാക്ഷ്യം പറയാൻ കർത്താവ് പറഞ്ഞില്ല. എന്നാൽ ഒരുവൻ്റെ പാപം മോചിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, പോയി സാക്ഷ്യം പറയാൻ പറഞ്ഞു. വലിയ കാര്യം ഏതാ? പാപമോചനമാ വലിയ കാര്യം. അതിന് വില കൊടുത്തതെന്താ? പുത്രനെ കൊടുത്തു. എന്താ എക്സ്പ്രഷൻ? പുത്രനെ തകർത്തു. The more greater the expression of love, the more greater the love. പുത്രനെ തന്ന് നമ്മളെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. നമുക്ക് പരിചയം അതിൻ്റെ താഴത്തെ സെൻറ്റൻസാണ്. അവനോടുകൂടെ സകലവും തരാതിരിക്കും എന്ന് പറയുമ്പോൾ കാറ്, വീട്, എന്തോ വേണം.
ആ സകലമെന്ന് പറയുന്നതേ കാറും വീടുമൊന്നും അല്ല. മുകളിൽ എഴുതിയിട്ടുണ്ട്, ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധി. നീതീകരിക്കാൻ ദൈവത്തിന് ദയ തോന്നിയെങ്കിൽ കുറ്റം വിധിക്കാൻ ആർക്ക് കഴിയും? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് എന്ത്? ആപത്തോ വാളോ? അങ്ങയുടെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. എങ്കിലും നമ്മെ സ്നേഹിച്ചവൻ നിമിത്തം നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ജീവനോ മരണത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ദൂതന്മാർക്കോ യാതൊരു സൃഷ്ടിക്കും യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയത്തില്ല. കാരണം ഏറ്റവും വലിയ പ്രദർശനമാണ് ദൈവം ചെയ്ത സ്നേഹപ്രദർശനം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മളെ സ്നേഹിച്ചെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ ഇഷ്ടമില്ലാതെ ഇരിക്കുന്ന ഒന്നിനെ സ്നേഹിക്കാൻ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് എനിക്കൊരു സർജറി ആവശ്യമാണെന്ന് ഇന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയുമോ? എനിക്കിഷ്ടമില്ലാതെ ഇരിക്കുന്ന ഒരാളെ സ്നേഹിപ്പാൻ എനിക്കൊന്ന് കഴിയണമേ. അത് പ്രാർത്ഥിപ്പാൻ നമുക്ക്. അതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ അതാ പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചെങ്കിൽ നമ്മൾ അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ഹൃദയത്തെ